ഇന്ന് നമ്മളിതാ ഈ കാണുന്ന എലിക് റോബോട്ടിനെയാണ് ഉണ്ടാക്കാൻ പോകണേ. ഒരു പരിശ്രമം മാത്രമാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യണതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഒരു അന്തവും കുന്തവും കിട്ടൂല. അപ്പോൾ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. കൂടെ അതിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. ഞാൻ യൂസ് ചെയ്തേക്കുന്ന പേപ്പർ ഡ്രോയിങ് ബുക്കിലെയാണ്. നിങ്ങൾക്ക് ഐവറി ഷീറ്റോ കാർഡ്ബോർഡിൻ്റെ ഷീറ്റോ ഒക്കെ യൂസ് ആക്കാം. ഇത് നോർമൽ ഡ്രോയിങ് ബുക്കിലെ അല്ല കേട്ടോ, വാട്ടർ കളർ ചെയ്യണ ബുക്കിലെയാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പേപ്പറിന് 300 GSM ആണ് വരുന്നത്. നമുക്ക് എന്തായാലും എലിക്കിനെ ഒന്നും മേടിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് വീട്ടിലൊരു ഡെമ്മി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒറിജിനൽ എലിക്കിനെ പോലെ സൗണ്ടോ തൊടുമ്പോൾ എക്സ്പ്രഷൻ ഇടാനോ നമ്മുടെ ആൾക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ തലയും കൈയൊക്കെ ആട്ടുന്നേ. ഞാൻ ഇതിൽ ഹോൾ ഇടണത് ആദ്യം പിന്നെ വെച്ച് 3-4 കുത്തുവെച്ച ശേഷം ബാംബൂ സ്റ്റിക്കിൻ്റെ മുനഭാഗം വെച്ച് ഒന്നുകൂടി ഹോൾ ഇടുകയാണ് ചെയ്തത്. ഇതിൽ വെക്കാനും ഞാൻ ഈ ബാംബൂ സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ടൂത്ത് പിക്കോ ഈർക്കിലോ ഒക്കെ എടുക്കാം. പിന്നെ ഈ പേനയുടെ ലീഫ് ലെയറും എടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് എലിക്കിൻ്റെ ബോഡിയാണ്. ബോഡിയിൽ ഒരു 4 ഹോൾ വേണം കേട്ടോ. ബോഡി ഫിറ്റ് ചെയ്യാനും ഒരു തലയ്ക്കും 2 കൈക്കും വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സൊക്കെ തന്നെ ചെയ്തുകൊണ്ട് തലയും കൈയും സ്റ്റാൻഡും ഒക്കെ ഉണ്ടാക്കി എടുക്കുക, ഹോള് ഇടുക. നമ്മുടെ എലിക്ക് അനങ്ങുന്നത് ഈ ഒരു ഹോളിൻ്റെയും ബാംബൂ സ്റ്റിക്കിൻ്റെയും ബലത്തിലാണെന്നേ. പിന്നെ ഇടയ്ക്ക് ഈ കേൾക്കുന്ന സൗണ്ട് ഞങ്ങളുടെ പ്ലൂട്ടോച്ചൻ്റെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. ഹോള് നിങ്ങൾ പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ കയ്യിൽ കൊണ്ടു കയറാണ്ട് നോക്കുവാണേ. എൻ്റെ കയ്യിൽ നല്ലപോലെ ഒരു 3-4 തവണ കൊണ്ടു കയറിയിട്ടുണ്ടാവും. അവസാനം എന്നോട് വന്ന് പറയരുത്, ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് നിന്നതെന്ന്. ഇന്ന് നല്ല വിളിച്ച് സൂര്യേട്ടൻ തന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരു ചന്ത ഉണ്ട്. ഞാൻ ആദ്യം വൈറ്റ് ആർക്കിലിക് പെയിൻറ് കൊണ്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പർ ഒന്നാതെ പുവറായിട്ടുള്ള വൈറ്റ് അല്ല. പിന്നെ പശ പറ്റിയിട്ട് കയ്യിൽ ചെറിയ ചെറിയ അഴുക്കുകൾ അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കവറാവാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ അടിച്ചു കൊടുക്കുന്നത് റോസ് കളറാണ്. ടൈക്കും തലയുടെ മുകളിലുമായിട്ട് ഇതെല്ലാം ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഔട്ട്ലൈൻ ഇട്ടിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ടൈ ആയാലും തലയുടെ മുകളിലായാലും പിന്നെ ഫേസിൽ ബ്ലാക്ക് കളർ കൊടുക്കുന്നതായാലും എല്ലാം പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടാണ്. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മുടെ സൈഡിൽ എലിക്കുന്ന എഴുതണം. പിന്നെ ടൈയുടെ താഴെയൊരു കുത്തും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഫേസിൽ നമ്മൾ ബ്ലാക്ക് കളർ അടിച്ച ശേഷം വൈറ്റ് ആർക്കിൽ പെയിൻറ് കൊണ്ടാണ് നമ്മൾ എക്സ്പ്രഷൻ വരച്ചു കൊടുക്കുന്നത്. മാറ്റണമെന്ന് തോന്നിയാലും ആർക്കിൽ പെയിൻ്റായിട്ട് തന്നെ നമുക്ക് മാറ്റം ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ എലിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എലിക്കിലും ഒരു കുത്തിൽ ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.